ഹലോ എവ്രി വൺ, ഓണം എക്സാം സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ തവണ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണെന്നല്ലേ? യെസ്, സ്റ്റഡി സ്മാർട്ടർ നോട്ട് ഹാർഡർ. ജൂലൈയും ഓഗസ്റ്റും നമ്മളുടെ മുമ്പിലുണ്ട്. ഓഗസ്റ്റ് 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് എക്സാം ആയിരിക്കാൻ സാധ്യത. അപ്പോൾ അതുവരെ നമ്മൾക്ക് ഉള്ള ഹോളിഡേയ്സും വർക്കിംഗ് ഡേയ്സും ഒന്ന് നന്നായി പ്ലാൻ ചെയ്യുന്നു. ഭയങ്കര ടഫായിട്ടുള്ള പ്ലാൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം റെസ്റ്റ് എടുക്കാനും കിട്ടും. വർക്കിംഗ് ഡേയ്സ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. രാവിലെ 5:45 എഴുന്നേൽക്കാം. 5:45 മുതൽ 6 മണി വരെ നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ള ടൈമാണ്. അതിനുശേഷം 6 മണി മുതൽ 7 മണി വരെ ഇരുന്ന് പഠിക്കാം. 6 മണിക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് 7 മണി മുതൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവാനുള്ള ടൈമാണ്. പിന്നെ സ്കൂളിൽ പോയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, 8 to 9 വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. പിന്നെ നമ്മൾ 9 മണി മുതൽ 10 മണി വരെ പഠിക്കുന്നു. 10 to 10:30 വരെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. എന്താണെന്നല്ലേ? യെസ്, റിവിഷൻ. റിവിഷൻ ചെയ്താലാണ് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു ടെക്നിക്കും ഇല്ല. റിവിഷൻ എന്നുള്ള ടെക്നിക്കാണ് ഓർത്തിരിക്കാനായിട്ടുള്ള മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക്. അത് നിങ്ങൾ ചെയ്യാൻ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് മടി തോന്നും, പക്ഷേ നിങ്ങൾ രാവിലെ ഇച്ചിരി വൈകി എഴുന്നേറ്റാലും എനിക്കതിൽ എനിക്ക് അതിന് ഞാൻ ചീത്ത പറയുകയോ പിണങ്ങാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ മാർക്സിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ടുള്ള കാര്യം മറക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹോളിഡേയ്സ് എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് എണീറ്റാൽ മതി. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്, 4:30 3 മണി എന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. 6 മണിക്ക് എണീക്കുക. 6:15 മുതൽ 7:15 വരെ പഠിക്കാം. ഓക്കെ, 6:15 പഠിക്കാനുള്ളത് തലേ ദിവസമേ പ്ലാൻ ചെയ്യണം. ഇനി അതിനുശേഷം 7:15 മുതൽ 8 വരെ റെസ്റ്റ് എടുത്തോ. 8 to 8:30 വരെ പഠിച്ചാൽ മതി. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് റെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നിങ്ങൾക്ക് 8:30 മുതൽ 10 മണി വരെ അഗെയിൻ റെസ്റ്റാണ് കേട്ടോ. ഇനി റെസ്റ്റ് മാത്രമല്ല വരുന്നുണ്ട്. പിന്നെ 10 മണി മുതൽ 11 വരെ പഠിക്കാം. പിന്നെ 11 to 4 മണി വരെ അഗെയിൻ റെസ്റ്റ്, നല്ല കുറേ ടൈം റെസ്റ്റ് എടുക്കാം. 4 to 5 വരെ പഠിക്കണം. പിന്നെ 5 to 7 റെസ്റ്റാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 5.5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ബിഗിനറായ നിങ്ങളെ കുറേ മണിക്കൂറുകൾ 10 12 മണിക്കൂറും പഠിപ്പിക്കാനിരുന്നു കഴിഞ്ഞാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. പതുക്കെ നമുക്ക് ഗ്രാജുവലി നമ്മൾക്ക് കൂടുതൽ ടൈമിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്യുക. വൈകുന്നേരം 7 മണി to 8 മണി വരെ പിന്നെയും പഠിക്കുക. 8 to 9 റെസ്റ്റ് എടുക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം 9 to 10 വരെ നിങ്ങൾ അഗെയിൻ റിവിഷൻ ചെയ്യണം. ആ ഹോളിഡേയിൽ നിങ്ങൾ 4-5 മണിക്കൂർ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്യാനാണ് 9 to 10 വരെയുള്ള ടൈം. ഇത് നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്യുക. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വെരി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.